തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. തൊടുന്നതെല്ലാം രൂപാന്തരപ്പെടുത്തുന്ന കരസ്പർശം. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും യേശു തമ്പുരാൻ ചെയ്തതായിട്ട് വേദപുസ്തകം നമ്മെ പ്രബോധിപ്പിക്കുന്നു. യേശുക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതം കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി എന്നുള്ളതായിരുന്നു. വെള്ളത്തിന് മനുഷ്യജീവിതത്തിൽ അതുല്യമായ സ്ഥാനമാണുള്ളത്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ജീവന്റെ ആധാരമാണ് വെള്ളം. കാനാവിൽ വീഞ്ഞു പോരാതെ വന്നപ്പോൾ വെള്ളത്തെയാണ് ക്രിസ്തു വീഞ്ഞാക്കി മാറ്റിയത്. സയന്റിഫിക്കായി ചിന്തിച്ചാൽ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളമുണ്ടാകുന്നു. ഹൈഡ്രജനും ഓക്സിജനും കാർബണും കൂടി ചേർന്ന് വീഞ്ഞുണ്ടാകുന്നു. രണ്ടും ദ്രാവകമാണെങ്കിലും അതിൻ്റെ ഉള്ളടക്കത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു രൂപാന്തരമാണ് സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ യേശു തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് നമുക്കൊരു രൂപാന്തരം അനിവാര്യമാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലിൽ ഈ അത്ഭുത പ്രവർത്തനം കൊണ്ട് പ്രാരംഭം കുറിക്കുന്നത് രൂപാന്തരത്തിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നാൽ അപ്പത്തിൻ്റെ അത്ഭുതം രൂപാന്തരത്തിൽ നിന്ന് വ്യത്യസ്തമായി, ട്രാൻസ്ഫോർമേഷൻ നിന്ന് വ്യത്യസ്തമായി പെരിപ്പിക്കൽ, മൾട്ടിപ്ലിക്കേഷനിലേക്കാണ് അത് സാധ്യമാകുന്നത്. 5 അപ്പവും 2 മീനും അവരുടെ കയ്യിൽ ഒരു ഭൗതിക വസ്തുവാണ്. ക്രിസ്തുവിൻ്റെ കയ്യിൽ ഒരു ആധ്യാത്മിക പ്രതിഭാസവുമാണ്. റഷ്യൻ ദൈവശാസ്ത്രജ്ഞനായ ബെർദേവ് ഇപ്രകാരം പറയുന്നുണ്ട്: മൈ ബ്രെഡ് ഈസ് എ മെറ്റീരിയൽ പ്രോബ്ലം, മൈ ബ്രദേഴ്സ് ബ്രെഡ് ഈസ് എ സ്പിരിച്വൽ ഇഷ്യൂ. അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി വിളമ്പുവാൻ ശിഷ്യന്മാരെ ഫലമേൽപ്പിക്കുന്നു യേശു കർത്താവ്. ജനക്കൂട്ടത്തെ അതിനു മുമ്പ് പന്തിയായി ഇരുത്തുന്നു. എപ്പോഴാണ് അപ്പം വർദ്ധിതമായത്? വെള്ളം വീഞ്ഞാക്കുന്ന സംഭവത്തിൽ കൽപാത്രങ്ങളിൽ നിറയെ വെള്ളമാണ്. വിരുന്നുവാഴിയുടെ കയ്യിലെ പാത്രത്തിൽ എത്തിയപ്പോഴേക്കും അത് വീഞ്ഞായി. കൽപാത്രത്തിൽ രുചി നോക്കുമ്പോൾ അത് വീഞ്ഞ്. പാത്രങ്ങൾക്കിടയിലുള്ള ആ പകർച്ചയിൽ, പങ്കിടിയിലാണ് രൂപഭാവ ഭേദമുണ്ടാക്കുന്നത്. അത്ഭുതം സംഭവിക്കുന്നത് അപ്രകാരമാണ്. പ്രിയമുള്ളവരെ, അപ്പത്തിൻ്റെ സംഭവത്തിലും ശിഷ്യന്മാരുടെ കയ്യിൽ 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. വിളമ്പും തോറും അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സാരാഫാത്തിലെ വിധവയുടെ ഭരണിയിലെ എണ്ണ പോലെ പകരും തോറും നിറഞ്ഞുകൊണ്ടിരിക്കുന്നൊരനുഭവം. പങ്കിടിയിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്, നിറവുണ്ടാക്കുന്നത്. സ്വരൂപിക്കലാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പങ്കിടിയിലാണ് അതിനുള്ള പരിഹാരം. കുടുംബഭാരം കുടുംബങ്ങളുമായി പങ്കിടുമ്പോൾ ലഘൂകരിക്കപ്പെടുന്നു. ചികിത്സാരംഗത്തെയും ശാസ്ത്രീയ വിഷയങ്ങളിലെയും പുത്തൻ അറിവുകൾ മറ്റ് ഗവേഷകരുമായി പങ്കിടുമ്പോൾ അത് അനുഗ്രഹമായി മാറുന്നു. 5000 പുരുഷന്മാരും നല്ലൊരു പങ്ക് സ്ത്രീകളും കുഞ്ഞുങ്ങളും തിന്ന് തൃപ്തരാകത്തക്കവണ്ണം അപ്പത്തിൻ്റെ പെരുപ്പം സാധ്യമായി. ഈ നോമ്പ് കാലഘട്ടത്തിലും നാം സ്വരൂപിക്കലല്ല നമുക്ക് വേണ്ടത്, മറിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ, അനുഗ്രഹങ്ങൾ, കൃപകൾ എന്തുമായിക്കോട്ടെ, അത് പങ്കിടുവാൻ നീ ഒരുക്കമാണോ? അതാണ് കർത്താവ് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നത്. അതൃപ്തി കുമിയുന്ന ഒരു കാലഘട്ടത്തിൽ സംതൃപ്തി ഉള്ളവരായിരിക്കുക എന്നതൊരു വലിയ വെല്ലുവിളിയാണ്. എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത, ആത്മീയത മുരടിച്ചു പോയ ഒരു ദുഷിച്ച സമൂഹം നമ്മുടെ പരിസരങ്ങളുണ്ട് പ്രിയമുള്ളവരെ. അത് വാസ്തവമാണ്, നാം തിരിച്ചറിയണം. കാനാവിലും വിജനപ്രദേശത്തും
അതുതന്നെയാണ് സംഭവിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിലെ പോരായ്മകളുടെ മേഖലകളിലെല്ലാം സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വാക്കുകളും കരങ്ങളും അവിടെയെല്ലാം സജീവവും സുശക്തവുമായി മാറണം. ജനസഞ്ചയം ഭക്ഷിച്ച് തൃപ്തരായി അവശേഷിച്ച അപ്പക്കഷ്ണങ്ങളും ശേഖരിക്കപ്പെടുകയാണ്. അവശേഷിപ്പുകൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഭീകര പ്രശ്നമാണ്. വേസ്റ്റ് മാനേജ്മെന്റ് അത് ഈ കാലഘട്ടത്തിൽ വളരെ വളരെ നൊമ്പരം ഉളവാക്കുന്ന ഒരു അനുഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ, ഭക്ഷ്യശാലകൾ, ഫാക്ടറികൾ, ചുംബികളായ സൗധങ്ങൾ, അവയിൽ നിന്നെല്ലാം പുറന്തള്ളുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് വായുവിനെയും വെള്ളത്തെയും കരയെയും എല്ലാം വിഷലിപ്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷിപ്പുകളുടെ ശരിയായ ശേഖരണം ഇന്നിൻ്റെ ആവശ്യമാണ്. നിർജ്ജന സ്ഥലത്തെ മലീമസമാക്കുന്നതിന് പകരം 12 കുട്ടയിൽ ശേഖരിക്കുന്നതിലൂടെ ശേഷിപ്പുകളുടെ ശരിയായ വിനിയോഗത്തിൻ്റെ പ്രാധാന്യം കൂടി ക്രിസ്തു പഠിപ്പിക്കുകയാണ്. ശാരീരിക പരിപോഷണം ആത്മീയ പരിപോഷണത്തോടൊപ്പം പ്രാധാന്യം അർഹിക്കുന്നു. അവ രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞെടുക്കുക എന്നുള്ളതാണ് ദൈവരാജ്യത്തിൻ്റെ കാതലും അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും. ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ പുതുക്കുവാനും അവരനെ ചേർത്ത് പിടിക്കുവാനും നൊമ്പരങ്ങളിൽ ദൈവ സാന്നിധ്യം പകരുവാനും നമുക്ക് സാധ്യമായി തീരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ.